സൂഫി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് ഖാജ മൊയിനുദ്ദീൻ ചിസ്തിയുടെ പേര് തന്നെയായിരിക്കും. 11-ാം നൂറ്റാണ്ടിൽ ഇറാനിൻ്റെ പ്രവിശ്യയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് ബഗ്ദാദിലേക്ക് പോയി. അവിടെ നിന്ന് ഒരുപാട് സൂഫി വര്യന്മാരുടെ പിൻഗാമിയായിട്ട് അവരുടെ കൂടെ പ്രവർത്തിച്ച് പ്രബോധനങ്ങളിലേക്കും ഒക്കെ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് റസൂലുള്ളയുടെ റൗള കാണാനുള്ള ആഗ്രഹത്തിൽ മദീനയിലേക്ക് പുറപ്പെടുക. അപ്പോൾ മദീനയിൽ വെച്ച് അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടാവുകയാണ്. ഒരു അശരീരി പോലെയെന്ന് കേൾക്കുന്നുണ്ട്. ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് പോകാനായിരുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് ദക്ഷിണേഷ്യയിലേക്ക് പുറപ്പെടുന്ന അദ്ദേഹം ലാഹോറിൽ കുറച്ചു കാലം തങ്ങി. അതിനുശേഷം ഡൽഹിയിലും അതിനുശേഷം അജ്മീറിലേക്കും എത്തുകയാണ് ഉണ്ടായത്. ഗരീബ് നവാസ്, സുൽത്താനുൽ ഹിന്ദ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുള്ളതായിട്ട് വിശ്വസിക്കപ്പെടുന്നു. 1236 ഖാജ വലിയുദ്ദീൻ ചിസ്തി മരണപ്പെട്ടതിന് ശേഷം പ്രാദേശികമായിട്ടുള്ള ഒരുപാട് നേതാക്കൾ അവിടെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. 1332 തുഗ്ലക് രാജവംശത്തിലെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള ഒരു ദർഗ ഇവിടെ നിർമ്മിക്കുന്നത്. അതിനുശേഷം വന്ന ഒരുപാട് മുഗൾ രാജാക്കന്മാർ ഇതിനെ വിപുലീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അക്ബർ 14 തവണ ഈ ദർഗ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ദർഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ, ഒരു ദിവസം 1.5 ലക്ഷത്തോളം ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും രാത്രി എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന മരുസാഗർ എക്സ്പ്രസ് അത് ചൊവ്വാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് അജ്മീറിൽ എത്തും. അജ്മീറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഒരുപാട് നാൾ താമസിച്ചതിന് ശേഷമാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോയ സമയത്ത് തന്നെ കണ്ട ഒരുപാട് ആൾക്കാർ മാസങ്ങളോളം അവിടെ താമസിക്കാൻ വേണ്ടി വന്നവരാണ്. അതല്ലെങ്കിൽ നിരവധി തവണ അവിടെ വന്നവരാണ്. അത്തരത്തിലൊരു സ്പെഷ്യാലിറ്റി ആ ഒരു സ്ഥലത്തിനുണ്ട്. എന്തോ നമ്മളെ വീണ്ടും അങ്ങോട്ടേക്ക് വരുത്തിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ. 4 ദിവസമാണ് ഞാൻ അജ്മീറിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് മലയാളികൾ എനിക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാൻ പറ്റും. ഓരോ ദിവസം 10,000കണക്കിന് ആൾക്കാരാണ് അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുന്നത്. ഏതാണ്ട് 10ഓളം ഗേറ്റ് പല ഭാഗങ്ങളിലായിട്ട് ഈ ദർഗക്കുണ്ട്. ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ഒരു സൂഫി വര്യൻ്റെ മക്ബറ കാണാനെന്നുള്ള രീതിയിൽ അവിടെ പോകുന്നവർക്ക് അതൊരു നല്ല അനുഭവം തന്നെ ആയിരിക്കും. മരുസാഗർ എക്സ്പ്രസ്സിന് പോകാൻ സാധിച്ചില്ലെങ്കിൽ ഡെയിലി ഉള്ള ഡൽഹി ട്രെയിനിൽ കയറി കൊട്ട ജംഗ്ഷനിൽ ഇറങ്ങി അവിടുന്ന് അജ്മീർ ട്രെയിൻ ലഭിക്കുന്നതാണ്. അജ്മീറിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഏതാണ്ട് 1-2 കിലോമീറ്ററോളം നടന്ന ഓട്ടോയിലോ പോയിട്ട് വേണം അജ്മീർ ദർഗയിലെത്താൻ. ദർഗയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ധാരാളം റൂമുകൾ അവൈലബിൾ ആണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും അവിടെ ദർഗ സന്ദർശിക്കാൻ എത്തും. അതുകൊണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു തവണ നിങ്ങൾ സന്ദർശിക്കണം. അജ്മീർ തീർച്ചയായും നിങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം തന്നെയായിരിക്കും.